ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കർക്കിടകം 10. ഇവിടെ നല്ല മഴയാണ്. രാവിലെ തന്നെ എൻ്റെ എല്ലാ പ്ലാനുകളും തെറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ കർക്കിടകം 10ൻ്റെ അന്ന് പത്തിലത്തോരൻ വയ്ക്കുമല്ലോ. അപ്പോൾ അന്ന് വയ്ക്കുന്ന പത്തിലത്തോരൻ്റെ ഇല പൊട്ടിക്കാൻ പോകുന്നത് മുതലുള്ള എല്ലാ വീഡിയോസും നല്ല ഭംഗിയിലെടുത്ത് കാണിക്കണം എന്നായിരുന്നു എൻ്റെ പ്ലാൻ. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് 3ൻ്റെ അന്നും 7ൻ്റെ അന്നൊക്കെ ഇലക്കറിയുടെ വീഡിയോസ് ഇട്ടപ്പോഴും ഞാൻ ഇല പൊട്ടിക്കാൻ പോകുന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് കാണിക്കാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ എല്ലാ പ്ലാനുകളും തെറ്റിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നല്ല മഴയാണ്. നമുക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും അമ്മായും കൂടെ ഇലകൾ പൊട്ടിക്കാൻ വേണ്ടി പറമ്പിലേക്ക് ഇറങ്ങിക്കുകയാണ്. ആദ്യം നമ്മൾ പൊട്ടിച്ചത് അപ്പയുടെ ഇലയായിരുന്നു. അതിന് വേറെ എന്തെങ്കിലും പേരുകൾ പറയുമെന്ന് എനിക്കറിയില്ല. അപ്പയുടെ ഇല എന്നാണ് സാധാരണ ഇവിടെയൊക്കെ പറഞ്ഞു കേട്ടിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മളിതാ കുമ്പളത്തിൻ്റെ ഇല പൊട്ടിച്ചു. ഇപ്പോൾ അമ്മായി ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നത് നെയ്യുണ്ണിയുടെ ഇല കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ഇതിൻ്റെ ഇടയിൽ എവിടെയോ മുമ്പ് കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഈ തപ്പുന്നത്. എവിടെയെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. സാധാരണ രാവിലെ തന്നെ അമ്മായി പോയിട്ട് ഇലകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് ഞാനത് അരിഞ്ഞ് കറി വയ്ക്കുന്ന പരിപാടി എനിക്കുണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഈ വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പേ പോയി പൊട്ടിച്ച് വയ്ക്കരുതെന്നുള്ളത്. അങ്ങനെ നമ്മൾ നെയ്യുണ്ണി കണ്ടുപിടിച്ച് ഇതാ നെയ്യുണ്ണിയുടെ ഇല കിട്ടി. എന്നാൽ പിന്നെ കുറച്ചും കൂടെ കുമ്പളത്തിൻ്റെ ഇല പൊട്ടിച്ചാലോ എന്ന് വിചാരിച്ച അമ്മായി ഇതാ വീണ്ടും കുമ്പളത്തിൻ്റെ അവിടേക്ക് നടക്കുന്നുണ്ട്. നമ്മൾ അധികം മൂപ്പില്ലാത്ത ഇലയാണ് പൊട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെച്ച് കഴിയുമ്പോൾ പൊതുവേ ഇല വെച്ച് കഴിയുമ്പോൾ കുറയും. മൂപ്പില്ലാത്ത ഇല ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം കുറയും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ തൊട്ടപ്പുറത്ത് അവിടെ കുറേ ചേമ്പിൻ്റെ ഇലകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കറി വയ്ക്കാൻ വേണ്ടി പൊട്ടിക്കുന്നതല്ല. കറി വയ്ക്കാനും ഇത് ഉപയോഗിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇന്നത് ഉപയോഗിക്കുന്നില്ല. ഇപ്പം ഞാൻ ഈ ഇല പൊട്ടിച്ചത് പണ്ടത്തെ ഒരു ഓർമ്മ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ മഴവെള്ളം അതിലേക്ക് ആക്കാലോ എന്ന് വിചാരിച്ച് പൊട്ടിച്ചതാണ്. നല്ല ഭംഗിയിൽ ആ മഴവെള്ളം അതിൻ്റെ സെൻറ്ററിൽ പോയി നിൽക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ അത് ബോൾ പോലെ താഴേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഇലകൾ തപ്പി കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഈ പറമ്പിൽ തന്നെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇലകളും ഉണ്ട്. പക്ഷെ മഴയാണ് പ്രശ്നം. മഴ ഇതാ വീണ്ടും ചെറുതായിട്ടൊന്ന് കൂടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കിട്ടിയ കുറച്ച് ഇലകൾ നമ്മളിതാ ഈ കൊട്ടയിലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്താണ് ഇതാ അവിടെ തുമ്പ നിൽക്കുന്നു. തുമ്പ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചൊറിയുന്ന തുമ്പയാണ്. നമ്മളിത് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ തണ്ടി തന്നെ പിടിച്ച് പൊട്ടിക്കണം. അതിൻ്റെ ഇല എങ്ങാനും കയ്യമ്മ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ ചൊറിച്ചിൽ തുടങ്ങും. ഞാൻ പൊട്ടിക്കുമ്പോഴാണെങ്കിൽ അതിൻ്റെ ഇലൻ്റെ കയ്യമ്മ കൊണ്ടിട്ടുണ്ടായിരുന്നു, ചൊറിച്ചിൽ തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഇത് വേവിച്ച് കഴിയുമ്പോൾ ഈ ചൊറിച്ചിലൊക്കെ മാറുകയും ചെയ്യും. ഇനി നമ്മൾ അടുത്തായിട്ട് പൊട്ടിക്കാൻ പോകുന്നതാണ് ചേനയുടെ ഇല. എനിക്ക് പൊതുവേ ഈ ഇലക്കറികൾ കുറച്ച് അധികം ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ കർക്കിടക മാസം അല്ലെങ്കിലും ഇലകൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ചേനയുടെ ഇലയും കുമ്പളത്തിൻ്റെ ഇല, പയറിൻ്റെ ഇല, ചീരയുടെ ഇല അങ്ങനെയുള്ള ഇലകളൊക്കെ ഞാൻ കർക്കിടക മാസം അല്ലെങ്കിലും കഴിക്കാറുണ്ട്. ഒരുപാടൊന്നും പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. 10 ഇലകളുണ്ടല്ലോ. എല്ലാം കൂടെ ആകുമ്പോൾ നമുക്കൊരു തോരനുള്ള അത്രയും ഇല ഉണ്ടായിക്കോളും. മഴ കൂടി തുടങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ 10 ഇല തോരന് 10 ഇലകൾ വേണമെന്നില്ല. ഇലകൾ 10ൽ കൂടിയാലും കുഴപ്പമില്ല. ഭക്ഷ്യയോഗ്യമായിട്ടുള്ള 10 ഇലകളോ അതിൽ കൂടുതലോ നമ്മൾ എടുക്കുന്നുള്ളൂ. നമുക്ക് കിട്ടാവുന്നതിനനുസരിച്ച് നമുക്ക് ഇലകൾ പൊട്ടിക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നതായിരുന്നു മത്തൻ്റെ ഇല. ഇതാ ഇവിടെ കുറേ മത്തൻ്റെ ഇല ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിൽ നമ്മൾ കുറച്ച് മത്തൻ്റെ ഇല അങ്ങനെ പൊട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അപ്പയുടെ ഇല കിട്ടി, കുമ്പളത്തിൻ്റെ ഇല കിട്ടി, നെയ്യുണ്ണി കിട്ടി, തുമ്പ കിട്ടി. ഇനി നമ്മൾ മത്തൻ കിട്ടി. ഇനി നമ്മൾ പൊട്ടിക്കാൻ പോകുന്നതാണ് പയറിൻ്റെ ഇല. 6ാമത്തെ ഇലയായിട്ട് നമ്മൾ പൊട്ടിക്കുന്നതാണ് പയറിൻ്റെ ഇല. ഇവിടെയും ഇതാ കുറച്ച് തുമ്പയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് തുമ്പയൊന്നും അധികം വേണ്ടാത്തതുകൊണ്ട് തന്നെ ഇത് ഞാൻ പൊട്ടിച്ചെടുക്കുന്നില്ല. ഇവിടെ കുറേ മുക്കുറ്റി ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. മുക്കുറ്റി നമുക്കിപ്പോൾ കറി വയ്ക്കാൻ ആവശ്യമില്ല. പക്ഷേ ഞാൻ ഇതുവരെ കർക്കിടക മാസത്തിൽ മുക്കുറ്റി പ്രധാനമായിട്ടും ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ അടുത്ത് പൊട്ടിക്കാൻ പോകുന്നതാണ് നമ്മുടെ ചീരയുടെ ഇല. നമ്മൾ സാധാരണ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കാറുള്ള ചീരയുടെ ഇലയാണിത്. അതും കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് പൊട്ടിക്കാൻ പോകുന്നത് ചേമ്പിൻ്റെ ഇല. നേരത്തെ ഞാനൊരു ചേമ്പ് കാണിച്ചിരുന്നു. നമ്മൾ അതല്ല എടുക്കുന്നത്, ഈ ചേമ്പിൻ്റെയാണ് നമ്മൾ എടുക്കുന്നത്. അത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂമ്പ് തന്നെ നോക്കിയിട്ട് മൂക്കാത്തത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ 9 ഇലയും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി 10ാമത്തെ ഇലയായിട്ട് നമ്മൾ പൊട്ടിക്കുന്നത് ക്യാൻസർ ചീര എന്നൊക്കെ പറയുന്ന ഈ ഒരു ചീരയാണ് നമ്മൾ പൊട്ടിക്കുന്നത്. അങ്ങനെ നമുക്ക് 10 ഇലയും കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം ഈ 10 ഇല ഏതൊക്കെയാണെന്നുള്ളത്. ചേനയുടെ ഇല, തുമ്പയുടെ ഇല, അതായത് ചൊറിയുന്ന തുമ്പയുടെ ഇല, പിന്നെ നമ്മുടെ ക്യാൻസർ ചീരയുടെ ഇല, കുമ്പളത്തിൻ്റെ ഇല, ചീരയുടെ ഇല, ചേമ്പിൻ്റെ ഇല, പയറിൻ്റെ ഇല, മത്തയുടെ ഇല, അപ്പയുടെ ഇല, നെയ്യുണ്ണിയുടെ ഇല. ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്ന 10 ഇലകൾ. നമ്മളിതാ 10 ഇലകളും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് സാധാരണ ഇല കറി വയ്ക്കുന്ന പോലെ തന്നെയാണ് വെക്കുന്നത്. കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് വറ്റൽമുളകൊക്കെ ഇട്ട് ആദ്യം വേവ് കൂടുതലുള്ള ഇലകൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം അതൊന്ന് പകുതി വെന്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഇലകൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. വെള്ളവും ഉപ്പൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അധികം ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ഇലകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും ചെയ്യും. കഴുകി വെച്ച ഇലകളിൽ ആവശ്യത്തിന് വെള്ളം ഉണ്ടാവുകയും ചെയ്യും.
ഇതെല്ലാം നമ്മൾ കർക്കിടകം 3-നും കർക്കിടകം 7-നും ഇലക്കറികൾ വെച്ചിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളുമാണ്. ഇനി അത് കാണാത്തവരുണ്ടെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലും ഒന്നുകൂടെ പറയാം. ഞാനിതിൽ ആദ്യം ചേർത്ത് കൊടുത്തത് ചേനയുടെ ഇലയും പയറിൻ്റെ ഇലയായിരുന്നു. അതാണ് കുറച്ച് വേവ് കൂടുതലുള്ളത്. അതൊന്ന് വെന്ത് വന്നതിന് ശേഷമാണ് ബാക്കി കുമ്പളത്തിൻ്റെ ഇലയും മത്തയുടെ ഇലയും ബാക്കി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ഇലകളും പിന്നീട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടെ നന്നായി വെന്ത് വരുന്ന സമയത്ത് കുറച്ച് നാളികേരം ചിരകി വെച്ചതും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മത്തയുടെ ഇലയും കുമ്പളത്തിൻ്റെ ഇലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും പിന്നെ വെള്ളം പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും. കർക്കിടകത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ പണ്ടുള്ള ആൾക്കാർ പറയുന്നത് ഈ പത്തിലത്തോരനൊക്കെ നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കുന്നതിനുള്ള പ്രധാന കാരണം മഴക്കാലമാണല്ലോ. അപ്പോൾ നമുക്ക് അതിനോടനുബന്ധിച്ച് കുറേ അസുഖങ്ങൾ വരാനും രോഗപ്രതിരോധ ശേഷി കുറയാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇലക്കറികൾ കഴിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ മുടിക്കും നമ്മുടെ ചർമ്മത്തിനും ദഹനത്തിനും പോഷകാഹാരക്കുറവിനും വിറ്റാമിൻ ധാതുക്കൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ കർക്കിടക മാസത്തിലെ പത്തിലത്തോരനും റെഡി ആയിട്ടുണ്ട്.